തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ ചരക്ക് ട്രെയിന് തീപിടിച്ച സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ്. റെയിൽവേ വിദഗ്ധ സംഘം ഇന്ന് സ്ഥലം പരിശോധിക്കും. ട്രാക്കിലെ പണികൾ പുരോഗമിക്കുന്നു. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഭാഗികമായി ട്രാക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയും. ജോളാർപേട്ടെ ചെന്നൈ സെൻട്രൽ യളഗിരി എക്സ്പ്രസ് റദ്ദാക്കിയിട്ടുണ്ട്. റൂട്ടിലെ സബർബൻ ട്രെയിൻ സർവീസുകൾ മുഴുവൻ റദ്ദാക്കിയിരിക്കുകയാണ്. വിവരങ്ങളുമായി മുഹമ്മദ് റഹീസ് ഇപ്പോൾ ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന്. മുഹമ്മദ് റഹീസ്, ഈ റെയിൽ ഗതാഗതം സാധാരണ നിലയിലാകാൻ ഇനിയും സമയമെടുക്കുമെന്നാണോ മുഹമ്മദ് റഹീസ്? ഉമേഷ്, റെയിൽ ഗതാഗതം സാധാരണ നിലയിലാകാൻ ഇനി അധിക സമയം എടുക്കില്ല എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അത് റെയിൽവേയിൽ നിന്ന് ആ വിവരം സ്ഥിരീകരിച്ച് ലഭിക്കാത്തതിന്റെ ഒരു താമസം മാത്രമാണ് ഉള്ളത്. കാരണം ഈ ട്രെയിനുകൾ ഒന്നും ഇന്ന് റദ്ദ് ചെയ്തിട്ടില്ല. അതായത് ഒരൊറ്റ ട്രെയിൻ മാത്രമാണ് റദ്ദ് ചെയ്തിരിക്കുന്നത്. ബാക്കി ട്രെയിനുകളൊക്കെയും സാധാരണഗതിയിൽ തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് റെയിൽവേ അറിയിച്ചിരിക്കുന്നത്. അതിൽ അല്പം താമസം ഉണ്ടാകും. അതായത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ഡിലേ അവിടെ ഉണ്ടാകും. ട്രെയിൻ ഇനി അവിടെ ഗതാഗതം പുനഃസ്ഥാപിച്ചാലും ആ പ്രദേശത്തെത്തുമ്പോൾ തിരുവള്ളൂർ കടന്നു വരാനായി ട്രെയിൻ വളരെ വേഗത കുറഞ്ഞായിരിക്കും എത്തുക. അപ്പോൾ അതിന്റെ ഒരു താമസം തീയൊക്കെ പൂർണ്ണമായും അടച്ച് റെയിൽവേ ട്രാക്ക് ഏതാണ്ട് അർദ്ധരാത്രിയോടുകൂടി ഭാഗികമായി സജ്ജമായിട്ടുണ്ട്. പക്ഷെ അവിടെ ഇനിയൊരു സുരക്ഷാ പരിശോധനയൊക്കെ നടത്തിയതിനു ശേഷം മാത്രമേ ട്രെയിൻ കടത്തിവിടുകയുള്ളൂ എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ സബർബൻ ട്രെയിനുകൾ അടക്കം ഇന്ന് കടത്തിവിടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പൂർണ്ണാർത്ഥത്തിൽ ഇന്ന് റെയിൽ ഗതാഗതം ബാധിക്കുമെന്ന് പറയാൻ കഴിയില്ല. പ്രത്യേകിച്ച് പ്രവൃത്തി ദിവസമാണ്. ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം സബർബൻ ട്രെയിൻ സംവിധാനം അവരുടെ യാത്രയിൽ അത്രയധികം അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്നുകൂടിയാണ്. അതുകൊണ്ട് പണികൾ അതിന്റെ പരിശോധനകളൊക്കെ നടന്നു വരുന്നു. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഈ അന്വേഷണ സംഘം, അതായത് റെയിൽവേ ADGPയുടെ നേതൃത്വത്തിലുള്ള 3 സംഘങ്ങളായിട്ടാണ് അന്വേഷിക്കുന്നത്. ആ അന്വേഷണ സംഘം ഇന്ന് സ്ഥലത്തെത്തി കൂടുതൽ വിവരങ്ങൾ തേടും. സമീപകാലത്ത് നടന്ന കഴിഞ്ഞ 3 മാസമായി നടന്ന റെയിൽവേ അപകടങ്ങൾ, അതിന്റെ അല്ലെങ്കിൽ ചെറിയ അട്ടിമറി സാധ്യതകൾ, പാളം തെറ്റുക അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കിൽ എന്തെങ്കിലും വസ്തുക്കൾ വെച്ചതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കേസുകളും പരിശോധിക്കാനാണ് നിലവിൽ തീരുമാനം. ഉന്മേഷ്. ശരി.